ഇ പിയുടെ ആത്മകഥാ വിവാദം തൽക്കാലം ശമിപ്പിച്ചിരിക്കുകയാണ് CPM. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇ പിക്കെതിരെ നേരിട്ടൊരു നിലപാട്, ശക്തമായൊരു നിലപാട് CPM സ്വീകരിക്കില്ല. പക്ഷേ 75 വയസ്സായ ഇ പിക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ സുഗമമായിരിക്കില്ല. ആത്മകഥാ വിവാദത്തിൽ ഇ പി എടുത്ത നിലപാട് CPM അതേപടി വിശ്വസിക്കുന്നില്ല. അതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. DC ബുക്സ് പറയുന്നത് പോലെ, ഒന്ന്, ഇ പിയുടെ സ്വകാര്യ ഫോട്ടോകൾ എങ്ങനെ പുറത്തായ PDF ഫയലിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ഇ പിയുടെ സ്വകാര്യ ചിത്രങ്ങൾ അത് ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടില്ല. അത് ഈ പുറത്തുവിട്ട PDF ഫയലിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. DC ബുക്സ് ഇ പിയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്നോ ഇ പിയുമായി കരാർ ഒപ്പിട്ടിട്ടില്ലെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ അവരുടേതായ നയം വ്യക്തമാക്കി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആത്മകഥ വൈകും എന്ന് രവി DC അറിയിച്ചിരിക്കുന്നു ഔദ്യോഗികമായി. അവർ അവരുടെ നിലപാട് വ്യക്തമാക്കി. ഇ പി ജയരാജൻ DGPക്ക് എടുത്തു ചാടി കേസ് കൊടുത്തെങ്കിലും അതിൽ DC ബുക്സിനെ പറ്റി പരാമർശം ഇല്ല എന്നുള്ളത് ശ്രദ്ധേയം. പിന്നീടാണ് DC ബുക്സിന് വക്കീൽ നോട്ടീസ് അദ്ദേഹം അയച്ചത്. ഇന്നലെ ഉടനീളം ചാനലുകാർ ഈ വിഷയം ആളിക്കത്തിക്കുമ്പോൾ ഇ പി പതിവിൽ നിന്ന് വിരുദ്ധമായി വളരെ ചിരിച്ചുകൊണ്ട്, പൊതുവെ ഇ പി ഒരു ഗൗരവക്കാരനാണ്, പക്ഷേ ഇ പി വളരെ ചിരിച്ചുകൊണ്ട് സൗഹൃദപൂർവ്വം തൻ്റെ നിലപാട് ന്യായീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയും കണ്ടു. ഇ പി ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു. BJP നേതാവ്, BJPയുടെ കേരളത്തിൻ്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ അദ്ദേഹം അംഗീകരിച്ചതൊക്കെ വലിയ വിവാദമായി മാറി. പിന്നീട് അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഈ കേന്ദ്ര കമ്മിറ്റി കഴിയുന്നതോടെ, പുതിയ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതോടെ അദ്ദേഹം സ്വാഭാവികമായി മാറ്റപ്പെടും. അതിലുപരിയായി കേരളത്തിൽ CPM കർശനമായ നിലപാടുകളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതീവ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, അതിൽ VS അച്യുതാനന്ദനെ അദ്ദേഹം കുറ്റപ്പെടുത്തും. VS അച്യുതാനന്ദന്റെ കാലത്ത് അദ്ദേഹം തന്നെ വേട്ടയാടി എന്ന് പറയാതെ പറയും. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് അദ്ദേഹം പറയും. ഇങ്ങനെയുള്ള ശക്തമായ ആരോപണങ്ങൾ അദ്ദേഹം ഈ ആത്മകഥയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആത്മകഥ എഴുതാൻ ഏൽപ്പിച്ചത് ഒരു പത്രപ്രവർത്തകനെയാണ്, അവിടെ നിന്ന് ലീക്കാവില്ല. പക്ഷേ ഇ പിയുടെ സ്വകാര്യ ചിത്രങ്ങൾ എങ്ങനെ ലീക്കായി ഈ ആത്മകഥയ്ക്കൊപ്പം? ആ ഒരു ചോദ്യം വലിയൊരു ചോദ്യം. ഗൂഗിളിൽ തിരഞ്ഞാൽ പോലും കിട്ടാത്ത രീതിയിലുള്ള സ്വകാര്യ ചിത്രങ്ങളുടെ ശേഖരം തന്നെ ഈ ആത്മകഥയിലുണ്ട്. അതുകൊണ്ട് CPM എന്ന പാർട്ടി കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അവരൊരിക്കലും മണ്ടന്മാരല്ല. അവർക്ക് അവരുടേതായ മെഷീനറി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇ പി സജീവമായി. ഇ പിയെ ഇന്നലെ തന്നെ അവർ രംഗത്തിറക്കി എന്നുള്ളതും ശ്രദ്ധേയം. സരിനെതിരെ ആത്മകഥയിൽ സരിനെതിരെ വിവാദമുണ്ടാക്കുകയും ഇന്ന് സരിൻ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് താനൊരു ഉറച്ച കേഡറാണെന്ന് താനൊരു ഉറച്ച CPM കേഡറാണെന്ന് ഇ പി ജയരാജൻ തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇ പി കൊളുത്തിയ വിവാദം ആളിക്കത്തുകയും ഇ പിയെ പാർട്ടിയിൽ നിന്ന് വെട്ടി ഒതുക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറച്ചു കാലമായി ഇ പി പാർട്ടി പരിപാടികളിൽ സജീവമല്ലായിരുന്നു. പിന്നീട് പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തെ സജീവമാക്കുകയായിരുന്നു. പക്ഷേ ചേലക്കര ജീവൻ മരണ പോരാട്ടം CPM നടത്തുമ്പോഴാണ് ഇ പിയുടെ ആത്മകഥ ആളിക്കത്തിയിരിക്കുന്നത്. മുമ്പ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സെൽവരാജ് കളം മാറി UDFിലേക്ക് പോയപ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPMന് ജയിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വിധവ KK രമയെ കാണാൻ പോയതും വൈകാരികമായ മുഹൂർത്തങ്ങൾ അവിടെ ഉണ്ടായതും ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. അതുപോലൊരു തിരിച്ചടി ചേലക്കരയിൽ CPMനുണ്ടായാൽ, പാലക്കാട് CPMനുണ്ടായാൽ ഇ പി ജയരാജന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും CPM തയ്യാറാകില്ല. ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ വളരെ മയപ്പെടുത്തി അദ്ദേഹം CPMന്റെ നിലപാട് വ്യക്തമാക്കി, ഇ പി ജയരാജനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ. പക്ഷേ ഇ പി ഉയർത്തിയ വിവാദങ്ങൾ അത് കെട്ടടങ്ങില്ല. ഇ പി എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയാലും അത് DC ബുക്സിന്റെ കയ്യിൽ നിന്നാണോ എവിടെ നിന്നാണോ ചോർന്നതെന്നുള്ളത് പൊളിറ്റിക്സ് കേരളയ്ക്ക് വ്യക്തമല്ല.
പക്ഷേ ഇ പി എത്രയൊക്കെ ഉരുണ്ട് കളിച്ചാലും ഇ പിക്ക് ഈ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഒരു സാമാന്യ പത്രപ്രവർത്തകന് അത് മനസ്സിലാക്കാൻ പറ്റും. ഇ പിയുടെ സ്വകാര്യ ചിത്രം, ഇത്രയും സ്വകാര്യ ചിത്രങ്ങളുടെ കളക്ഷൻ ആ ആത്മകഥയുടെ ലേഔട്ടിൽ വന്നിരിക്കുന്നു. പുറത്തായ PDF കോപ്പിയിൽ വന്നിരിക്കുന്നു. ഇടഞ്ഞ ഇ പി പുറത്ത് തന്നെ എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം